ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ദോശയാണ്. അതിന് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഒരു അര അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി, വേറൊരു പൊടിയും അത് ചേർക്കുന്നില്ല. ഗോതമ്പ് പൊടിയും തക്കാളിയും നല്ലോണം അരച്ച് പേസ്റ്റ് കണക്കാക്കിയിട്ടാണ് ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മൾ ഒഴിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഈ തക്കാളിയെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരയ്ക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ദോശയാണ്, നല്ല ടേസ്റ്റിയാണ്. തക്കാളിയെല്ലാം അതിനകത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ നീരോട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. ഗോതമ്പ് പൊടിക്കകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. തക്കാളിയൊക്കെ അരച്ച് വെച്ചു. ഇനി തക്കാളി മാവിലോട്ട് ഒഴിക്കാം. നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒന്ന് അരയാനുണ്ട്, എന്നാലും ചെറുതായിട്ട് ഞാനൊന്ന് അരയ്ക്കാതിരുന്നെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ഇതായിട്ട് കിടക്കട്ടെ എന്ന് വെച്ചു. ഒരു തവി എടുത്തിരുന്ന് ഇളക്കാം. പിന്നെ ആവശ്യമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുക ഇതിനകത്ത്. അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല. ഞാനിത് ഗോതമ്പ് പൊടിയിലും തക്കാളി ദോശ ആയതുകൊണ്ട് തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. നല്ലോണം ഒന്ന് ഇളക്കട്ടെ. മാവെല്ലാം ഇളക്കി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എണ്ണ തേച്ച് കൊടുത്ത് പാനിനകത്ത് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു വശം കഴിയുമ്പോൾ അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കാം. ദോശ തിരിച്ചിടാം. തിരിച്ചിടാം. തക്കാളി ദോശ എല്ലാവരും വീടുകളിലും ട്രൈ ചെയ്ത് നോക്കണം. രാവിലെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നല്ലതാണ്. അധികം ചേരുവകളൊന്നുമില്ല. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാൻ അരിപ്പൊടി ചേർത്തില്ല. ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ മതി. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കുക. അങ്ങനെ തക്കാളി വെച്ച് ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനോട് കറിയിലേലും കഴിക്കാം. വേണമെങ്കിൽ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ നല്ലതാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.
ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.